ശ്രീമഹാദേവ്യൈ നമ. ഓം ശ്രീമദ്ദേവി മഹാഭാഗവതം. ഒന്നാം സ്കന്ധം 5-ാം അധ്യായം 41 ശ്ലോകങ്ങൾ വരെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി 42-ാമത്തെ ശ്ലോകം തൊട്ട് തുടങ്ങണു. ഓം ഇന്ദ്ര ഉവാച ദൈവമേവ പരം മന്യേ ധിക് പൗരുഷമനർത്ഥകം വിഷ്ണോരവി ശിരച്ഛിന്നം സുരാണാം ചൈവ പശ്യതാം. ആ സമയത്ത് ഇന്ദ്രൻ പറയുകയാണ്, ഭാഗ്യം തന്നെയാണ് വലുത്. പൗരുഷം അത് അത്ര ഉപകാരം ചെയ്തോളണം എന്നില്ല. ഭാഗ്യം ഉണ്ടെങ്കിൽ പൗരുഷത്തിന് ഫലമുണ്ട്. പൗരുഷത്തിന് ഈ ലൗകികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളെയും ഉപയോഗിക്കാൻ ഭഗവത് അനുഗ്രഹമില്ലാതെ കണ്ട് അതിൻ്റെ പൂർണ്ണതയിൽ എത്തില്ല. നേരെ മറിച്ച് ഭാഗ്യം ഉണ്ടെങ്കിൽ മറ്റ് സാഹചര്യങ്ങളൊക്കെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും. ദേവന്മാർ ഇങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുന്ന സമയത്താണല്ലോ ഈ ചെതല് ഞാണ് മുറിച്ച് കഴിഞ്ഞപ്പോൾ വില്ല് നിവർന്നതും വിഷ്ണുവിൻ്റെ തല ഉപ്പുകടലിൽ ചെന്ന് വീണു എന്നാണ്. കടലിൽ ചെന്ന് വീണില്ലേ, അതും ആരുടെ? പാലകനായിട്ടുള്ള വിഷ്ണുവിൻ്റെ. അത് സ്വതേ സംഭവ്യമാണോ? സംഭവ്യമല്ല. അത് നമുക്ക് ഭാഗ്യമില്ലായിട്ടാണ്. എന്താ അതിൻ്റെ കാരണം എന്നുള്ളത് നമുക്കറിയില്ല. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ബ്രഹ്മാവിൻ്റെ ഒരു ശിരസ് പോയത്, മഹാദേവൻ്റെ ലിംഗം താഴേക്ക് പതിച്ചത്, അങ്ങനെ ഓരോരുത്തർക്കും അത് പറയണം. അത് ബ്രഹ്മാവാണ് പറയണമെന്ന് മാത്രം. ഇന്ദ്രൻ വിഷ്ണു ശീർഷം ധരിച്ചല്ലോ സുരന്മാർ നോക്കി നിൽക്കവേ ദൈവം താനേതിനും മീതെ പൗരുഷം നിഷ്പ്രയോജനം. അപ്പം ഇത് ഒരു പ്രമാണമാണ്. 42-ാമത്തെ ശ്ലോകം. ദൈവം താനേതിനും മീതെ പൗരുഷം നിഷ്പ്രയോജനം. അവിടെ നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ കഴിവുകൾ, അതാണ് പൗരുഷം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. കാരണം അതിൻ്റെ പുറത്തേക്കുള്ള ഫലം അതാണ് അവർ. അതുകൊണ്ടാണ് ബ്രഹ്മോവാച ഓം അവശ്യമേവ ഭോക്തവ്യം കാലേന ആപാദിതം ചെയ്യത് ശുഭം വാപ്യശുഭം വാപി ദൈവം കോ അതിക്രമേത് പുന. ദൈവം കോ അതിക്രമേത് പുന. കാലം കൊണ്ട് നേടിയത് എന്തായാലും ശരി, അത് ശുഭമായാലും അശുഭമായാലും അത് അനുഭവിച്ചേ മതിയാവും. ആ വിധിയെ മറികടക്കാൻ ബ്രഹ്മാവാ പറയണതേ. വിധിയെ മറികടക്കാൻ ആരാലും സാധ്യമല്ല. അപ്പം നമ്മൾ പൂർവജന്മകൃതമായിട്ടുള്ള കർമ്മം തൊട്ട് ഈ ജന്മത്തിൽ ചെയ്തതായിട്ട് കർമ്മങ്ങളുടെയും ഫലം അനുഭവിച്ചേ മതിയാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും, അത് എന്തുകൊണ്ടാണ് അതിങ്ങനെ? ഞാൻ നല്ലത് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ വരാൻ? ഇങ്ങനെ പലതരത്തിലുള്ള ചിന്തകളുണ്ട്. ഇതൊക്കെ പൂർവജന്മകൃത ബാക്കിയാണ് എന്ന് അറിയുക. അപ്പം അതിൽ വ്യസനിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഈ അനുഭവം തരുന്നതാണ് ഈ ഭാഗ്യം. അപ്പോൾ ഭാഗ്യം നിർഭാഗ്യം എന്നുള്ളത് സുഖമാണെങ്കിൽ ഭാഗ്യം, ദുഃഖമാണെങ്കിൽ നിർഭാഗ്യം, അത്രയേ ഉള്ളൂ. ദേഹവാൻ സുഖദുഃഖാനാം ഭോക്ത നൈവ അത്ര സംശയ യഥാ കാലവശാൽ കൃത്തം ശിരോമേ ശംഭുന പുരാം. ബ്രഹ്മാവ് പറയാണ്, അതാത് കാലത്തുണ്ടാവും നന്മ തിന്മകളൊക്കെയും ഭുജിച്ചേ കഴിയൂ, വെല്ലാൻ അസാധ്യം ദൈവകൽപ്പിതം. ദേഹമുണ്ടെന്ന് വരികിൽ സുഖദുഃഖങ്ങൾ നിശ്ചയം, കാലക്കേടാൽ എൻ്റെ ശിരസ്സും പെഴുതില്ലേ ശിവൻ പുരാ. ഇപ്പോൾ ദേഹമുള്ളവർക്ക് മാത്രമേ ഈ വിഷയമുള്ളൂ എന്നാണ് പറഞ്ഞത്. ദേഹമുള്ളവർക്ക് മാത്രമേ വിഷയമുള്ളൂ വെച്ചാൽ നമ്മൾ ദേഹത്തോട് കൂടിയിട്ടാണ് ഇവിടെ ജീവൻ വന്നിരിക്കണത്. ജീവൻ മനസ്സ് എപ്പോഴും ഒപ്പം കൊണ്ട് നടക്കും. അതേപോലെ തന്നെ ദേഹത്തിലേക്ക് കയറാറാകുമ്പോൾ പ്രാണനോട് കൂടിയിട്ടാണ് ദേഹത്തിലേക്ക് കയറുക. ഈ മനസ്സിലാണ് ബാക്കിയുള്ള മുഴുവൻ കിടക്കുക. കർമ്മബാക്കിയായാലും കാമബാക്കിയായാലും അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള വശങ്ങൾ ധാരാളമുണ്ട്. അത് ഈ കർമ്മത്തിൻ്റെയും കാമത്തിൻ്റെയും ബാക്കി മാത്രമാണ്. അത് ഒരു ദേഹത്തിലേക്ക് അങ്ങോട്ട് ഈ ജീവൻ കയറുമ്പോൾ ഇതൊപ്പം ഉണ്ടാവും. ആ ദേഹത്തിലേക്ക് കയറുമ്പോൾ അത് പ്രവർത്തിക്കാനുള്ള കഴിവിനെ തരുന്നതായിട്ടുള്ള പ്രാണനും കൂടി ഉണ്ടെങ്കിലേ ആ ദേഹത്തിന് എന്തുള്ളൂ, പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു
നാലും കൂടിയിട്ടുള്ള ഒരു സംയോജനം ആണ്. ഈ സംയോജനം വിട്ടുകഴിഞ്ഞാൽ ജീവനും മനസ്സും മാത്രമാവും ഒപ്പം. പിന്നെ പ്രാണനുമില്ല, ദേഹമില്ല. അത് പിന്നെ കാരണശരീരത്തിൽ ചെല്ലും. അപ്പോൾ ഇതെല്ലാം ഓർമ്മ വരും. മനസ്സ് എന്നുള്ളത് മനോബുദ്ധിയുടെ അഹങ്കാര ചിത്തമാണ്. നാലും കൂടിയതാണ് മനസ്സ്. അപ്പോൾ ഇത് നാം അനുഭവിക്കുന്നത് ഇത് എന്തൊരു വിധിയാണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടോ പഴിച്ചിട്ടോ കാര്യമില്ല. ശുഭം മാത്രം ചെയ്യുക. ഉത്കർഷത്തിന് വേണ്ടത്, ജീവന്റെ ഉത്കർഷത്തിന് വേണ്ടത് മാത്രം ചെയ്യുക. അപ്പോൾ ഭൗതികമായുള്ള ഉത്കർഷം തന്നെ വന്നോളും. അതത്ര സാരില്ല. നമ്മൾ അതിൽ ഭ്രമിക്കരുത്. ഭൗതികമായിട്ടുള്ള ഉത്കർഷത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് ഈ കാമവാക്യം കർമ്മവാക്യം ഒക്കെ വരിക. ജീവന്റെ ഉത്കർഷത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഈ ഒരു അബദ്ധം സംഭവിക്കില്ല. അപ്പോൾ അതറിഞ്ഞാലാണ് ഈ ദേഹം കൊണ്ട് എങ്ങനെയാണ് ജീവന്റെ ഉത്കർഷത്തിന് ചെയ്യേണ്ടത് എന്ന് ബോധ്യം വരുള്ളൂ. ത്രിമൂർത്തികൾക്ക് പോലും അത് പൂർണ്ണമായിട്ട് ചിന്തിക്കാൻ കഴിയണില്ല. അപ്പോൾ അവരമ്മയെ ആശ്രയിക്കുന്നു, അമ്മ ഉപായത്തെ പറഞ്ഞു കൊടുക്കണു, അതിനനുസരിച്ച് ഓരോരുത്തരും വീഴണം. അത് ചെയ്തു കഴിഞ്ഞാൽ ഉയർച്ചയും ചെയ്യാഞ്ഞാൽ വീഴ്ചയും. അപ്പോൾ ഈ പതിതനായിട്ടുള്ള ഒരവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സദാസമയത്തും ആശ്രയിച്ചുകൊണ്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ബ്രഹ്മാവിന് എന്ത് സംഭവിച്ചു? ഒരു നുണ പറഞ്ഞു. അപ്പോഴാണ് 5ാമത്തെ തല പോയത്. ശിവനും ബ്രഹ്മാവിനും 5 തലയാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു തല ശിവൻ ബ്രഹ്മാവിൽ നിന്നും എടുത്തു കളഞ്ഞു. അപ്പോൾ ദേഹമുള്ളവനാണ് സുഖദുഃഖങ്ങൾ അനുഭവിക്കുക. ഇതിൽ സംശയമില്ല. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതാത് കാലത്തിന് വിധേയനായിട്ട് നമുക്ക് പ്രാരബ്ധമായിട്ട് ഭുജിക്കാൻ ഒരു അവസരം അത് അമ്മ തന്നിരിക്കുകയാണ്. അത് എനിക്കും ഒരബദ്ധം പറ്റിയത് ഇന്ദ്ര ഓർമ്മയില്ലേ? ദേവന്മാരോട് ചോദിക്കുക. പണ്ട് മഹാദേവൻ എൻ്റെ ശിരസ് മുറിച്ചു. ഇനി ദേവി മഹാത്മ്യം കഥ പറയണ സമയത്ത് പഞ്ചമസ്കന്ധത്തിൽ അത് സൂചിപ്പിക്കും. അവിടെ ഈ സംശയം വരലും ആരാമീതേ എന്ന് ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ തർക്കം വരുന്ന സമയത്ത് ഒരു ജ്യോതിർലിംഗമായിട്ട് അമ്മ പ്രത്യക്ഷപ്പെടുന്ന കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കും. മഹാദേവന്റെ ജ്യോതിർലിംഗത്തിൻ്റെ ഉപരിഭാഗവും താഴെഭാഗവും കണ്ടുവരാൻ വേണ്ടി പറയുമ്പോൾ മുകളിലേക്ക് ബ്രഹ്മാവ് പോയി അവിടെ എത്താൻ പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് കൈതപ്പൂവിനെ കൂട്ടിക്കൊണ്ടുവന്ന് സാക്ഷി പറയാൻ വേണ്ടി ശ്രമിച്ചു. കള്ളത്തരായി. വിഷ്ണു താഴേക്ക് പോയപ്പോൾ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് തിരിച്ച് സത്യം പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞ ഈ വാദം അത് എനിക്ക് മഹാദേവൻ്റെ അംഗീകാരം ഉണ്ടെങ്കിലേ ഞാനത് സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞു. മഹാദേവൻ പ്രത്യക്ഷമായി ബ്രഹ്മാവിൻ്റെ ഒരു ശിരസ് നുള്ളിയെടുത്തു. അങ്ങനെയാണത് പോയത്. ഇനി തഥൈവ ലിംഗപാദശ്ച മഹാദേവസ്യ ശാപത തഥൈവാദ്യാഹരേർമൂർധാപതിതോ ലവണാംഭസി. അതുപോലെ മഹാദേവന്റെ ലിംഗവും ഇതേപോലെ ഭൃഗുമഹർഷിയുടെ ശാപം മൂലം ആ ഭൂമിയിലേക്ക് പതിച്ചു. നഗ്നനായിട്ട് മഹാദേവൻ ഭൃഗുമഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭൃഗുവിനത് സമ്മതായില്ല. വീണു പോകട്ടെ നിന്റെ ലിംഗം ശപിച്ചു. അങ്ങനെ മഹാദേവന്റെ ലിംഗം ഭൂമിയിൽ പതിച്ചു. അതാണ് ശിവലിംഗമായിട്ട് ഇന്ന് എല്ലാവരും ആരാധിക്കണത്. അതേപോലെ ഇപ്പോൾ ഹരിയുടെ ഈ ശിരസ് ഉപ്പുകടലിൽ വീണുപോയി. ഇത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനെയാണ് സംഭവിക്കുള്ളൂ. കാരണം ഭഗവതി നിശ്ചയിക്കുന്നു, അത് നമ്മളെല്ലാവരും അനുഭവിക്കുന്നു. അത്രയേ ഉള്ളൂ. ശാപത്താൽ സംഭവിച്ചില്ലേ ലിംഗപാദം ശിവനുമേ, അതുപോലെ താൻ ഇന്ന് വിഷ്ണു ശിരസ്സും വീണു വാർധിയിൽ. ഇനി ഇന്ദ്രന്റെ കാര്യം പറയാണ്. 1000 ഭഗവും സ്വർഗഭ്രംശവും ദുഃഖയോഗവും മാനസത്തിൽ പൂവിനുള്ളിൽ വാസവും പെട്ടിത് ഇന്ദ്രനും. സഹസ്രഭഗ സംപ്രാപ്തി ദുഃഖം ചൈവ ശചീപതേ സ്വർഗാൽ ഭ്രംശസ്തഥാവാസ കമലേ മാനസേ സരേ. സഹസ്രഭഗനായിട്ട് തീർന്ന ഒരു അവസ്ഥയുണ്ട് ഈ
ഇന്ദ്രന്. അത് അഹല്യാമുക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗൗതമൻ ശപിച്ചതാണ്. എൻ്റെ പത്നിയെ ഒരു അർഹതയില്ലാതിരുന്നിട്ടും കള്ളത്തരത്തിൽ പ്രാപിച്ചില്ലേ, അതിൻ്റെ ഈ കാരണം എന്താ? ഭഗം മോഹിച്ചിട്ടാണ്. ഭഗം എന്ന് വെച്ചാൽ യോനി എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ നിനക്കെന്നാ നിൻ്റെ ശരീരത്തിൽ മുഴുവൻ അതായിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 1000 ഭഗം ആ ഇന്ദ്രൻ്റെ ശരീരത്തിലുണ്ടായി. പിന്നെ ശാപമോക്ഷമായിട്ട് അത് 1000 കണ്ണുകളാക്കിയിട്ട് മാറ്റിക്കൊടുത്തു. പിന്നെ വൃത്രവധം, ആ സമയത്ത് വൃത്രവധം കഴിഞ്ഞപ്പോൾ ബ്രഹ്മഹത്യാ പാപം സംഭവിച്ചു. യാഗം ചെയ്തിട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ട് കാര്യം ഉണ്ടായില്ല, ഫലം ഉണ്ടായില്ല. അങ്ങനെ ബ്രഹ്മഹത്യാപാപം ഒരു പിശാചിനിയുടെ രൂപത്തിൽ മത്സ്യഗന്ധിയായിട്ട് പിന്നാലെ കൂടിയെന്ന ദുഷിച്ച നാറ്റം. മാനസ സരസിലെത്തി ആ താമരയുടെ അമ്മ ഇരിക്കണ താമരയുണ്ട്, താമരയുടെ അടിയിൽ ആ തണ്ടിൻ്റെ ഉള്ളിൽ കടന്നിരുന്നു. അപ്പോൾ അവിടേക്ക് ബ്രഹ്മഹത്യക്ക് പ്രവേശനമില്ല. അങ്ങനെ 1000 കൊല്ലം അവിടെ ഒളിച്ചു താമസിച്ചു എന്നാ. ആർക്കും കണ്ടുപിടിക്കാൻ പോലും കഴിഞ്ഞില്ല. ബ്രഹ്മഹത്യക്ക് അങ്ങോട്ട് എത്താൻ പറ്റിയില്ല. ചെറിയൊരു അബദ്ധം കൂടിയും പറ്റി. ആര് ഋഷിമാരോ ദേവന്മാരോ മറ്റ് ബ്രാഹ്മണരോ ഭക്തരോ ഒക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. സ്വാഹ ഇന്ദ്രായ സ്വാഹ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കൊണ്ടുകൊടുക്കാൻ അഗ്നിക്കും പറ്റിയില്ല. കാരണം ഇന്ദ്രൻ നിസ്സഹായനായി 1000 കൊല്ലം ഈ താമരത്തണ്ടിലിരിക്കുന്ന അത്രയും കാലം പട്ടിണിയായിരുന്നു. അമ്മയെ ധ്യാനിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. തപസ്സായിപ്പോയി. ഗതികേടുകൊണ്ട് സംഭവിച്ചതാ. അപ്പോഴേക്കും ഇവിടെ സ്വർഗം ഭരിച്ചായിരുന്ന നഹുഷനാണ്. അപ്പോൾ നഹുഷൻ്റെ 1000 കൊല്ലത്തെ ആ സ്വർഗവാസത്തിനുള്ള ഇന്ദ്രനായിട്ടിരിക്കാനുള്ള അർഹതയുള്ളൂ. അത് കാരണം അത് കഴിഞ്ഞു. അപ്പോൾ പിന്നെ അഗസ്ത്യ ശാപം കൊണ്ട് വീണ്ടും ഭൂമിയിൽ പെരുമ്പാമ്പായിട്ട് പോയി. ആ കഥയൊക്കെ അനുസരിച്ച് പറയും. അപ്പോൾ ഇന്ദ്രനും ഇതേപോലെ 1000 കൊല്ലം ഒളിച്ചു താമസിക്കേണ്ടി വന്നു, സഹസ്രഭഗനായി. ഇതൊക്കെ ദൈവനിശ്ചിതമാണ്. ഏതേ ദുഃഖസ്യ ഭോക്താര കേന ദുഃഖം ന ഭുജ്യതേ സംസാരേസ്മിൻ മഹാഭാഗ തസ്മാൽ ശോകം ത്യജന്തു വൈ. ഇപ്പം ഇവരെല്ലാവരും ദുഃഖം അനുഭവിച്ചവരാണ്. ഈ സംസാര ജീവിതത്തിൽ ആരാണ് ദുഃഖം അനുഭവിക്കാതെ ഉള്ളത്? അപ്പം അതുകൊണ്ട് മഹാഭാഗ്യവാന്മാരായിട്ടുള്ള ദേവന്മാരോട് പറയുകയാണ് ബ്രഹ്മാവ്, ദുഃഖം നിങ്ങൾ ഉപേക്ഷിച്ചോളൂ. ഏവരും ദുഃഖഭോക്താക്കൾ ഓർത്താൽ അഴലെഴാത്തവർ പ്രപഞ്ചം ഇതിലാരുള്ളൂ ത്യജിപ്പിൻ ശോകമാകയാൽ ധ്യാനിപ്പിൻ നാശമില്ലാത്തോരം മഹാമായേ സദാ ആ പരാശക്തി താനസ്മൽ കാര്യം നേടിത്തരും ദൃഢം. ചിന്തയന്തു മഹാമായാം വിദ്യാദേവീം സനാതനീം സാ വിധാസ്യതി നഃ കാര്യം നിർഗുണ പ്രകൃതി പരാം. സനാതനയായിട്ടുള്ള വിദ്യാദേവിയായിട്ടുള്ള മഹാദേവി അമ്മയെ സ്മരിക്കൂ. നിർഗുണയായിട്ടുള്ള പരാപ്രകൃതിയായിട്ടുള്ള ആ മഹാദേവി നമ്മുടെ കാര്യം നടത്തിത്തരും. സരസ്വതിയെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. ബ്രഹ്മാവിൻ്റെ പത്നിയാണ്. ഇവിടെ ജ്ഞാനമില്ലാത്തതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അതുകൊണ്ട് ജ്ഞാനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു. ബ്രഹ്മവിദ്യാം ജഗദ്ധാത്രീം സർവേഷാം ജനനീം തഥാ യയാ സർവമിതം വ്യാപ്തം ത്രൈലോക്യം സചരാചരം. ഇപ്പോൾ ബ്രഹ്മവിദ്യാസ്വരൂപിണിയായിട്ടുള്ള ജഗത്തിനെ ധരിക്കുന്നതായിട്ടുള്ള എല്ലാവർക്കും അമ്മയായിട്ടുള്ള ജഗത് രൂപിണിയായിട്ടുള്ള ജഗത്തിൻ്റെ ഈ സൃഷ്ടാവായിട്ടുള്ള ആ അമ്മയെ, ജഗത്തിൻ്റെ ജനനിയായിട്ടുള്ള അമ്മയെ, എല്ലാ ചരാചരങ്ങളോടും കൂടിയിട്ട് ത്രൈലോക്യത്തെ മുഴുവൻ നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ മഹാമായയെ, അതാണ് ജഗത് രൂപിണി, ആ അമ്മയെ സ്മരിക്കൂ. എന്നാൽ നമുക്ക് ഫലമുണ്ടാവും. ഇങ്ങനെ പറഞ്ഞതിൻ്റെ ശേഷം ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ സൂതൻ പറയുകയാണ്, യാതൊന്നിനാൽ വ്യാപ്തമീ മൂലോകവും സചരാചരം ആ ബ്രഹ്മവിദ്യതാനമ്മ ലോകങ്ങൾക്കൊക്കെ ഓർക്കുകിൽ. സൂതൻ പറയണു, സൂതൻ ഏവം സുരന്മാരോട് ഓതി ഈ കാര്യാർത്ഥം ചൊന്നു പത്മജൻ. ഉടൽ പൂണ്ടങ്ങു മുമ്പിൽ താൻ നിൽക്കും വേദങ്ങളോടുടൻ വാഴ്ത്തുവിൻ നിങ്ങൾ ആ ഗൂഢാത്മികയാം ബ്രഹ്മവിദ്യയെ, എല്ലാമേകാൻ ശക്തയാം ആ മഹാമായയെ ആദരാൽ. സർവാംഗ സൗന്ദര്യമാളും വേദങ്ങൾ ഇതു കേൾക്കവേ ആ ജഗന്മായയാം ജ്ഞാനഗമ്യയെ സ്തുതി ചെയ്യുകയായി. അപ്പോൾ അവിടെ എല്ലാവരും പറഞ്ഞു,
ഈ ഇന്ദ്രാദി ദേവന്മാർക്കെല്ലാം സുഖം കിട്ടുവാൻ വേണ്ടിയിട്ട് അമ്മയെ സ്മരിച്ചോളൂ, ഭജിച്ചോളൂ. ഇത്യുക്ത സൂതോവാച ഇത്യുക്ത്വാ വൈ സുരാൻ വേദ നിഗമാൻ ആദിദേശഃ ദേഹയുക്താൻ സ്ഥിതാൻ അഗ്രേ സുരകാര്യാർത്ഥസിദ്ധയേ. ദേവന്മാരോട് ഇങ്ങനെ പറഞ്ഞിട്ട് ബ്രഹ്മാവ് ദേവകാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് മൂർത്തി രൂപം ധരിച്ചു നിൽക്കുന്ന ആ വേദങ്ങളോട് ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? സ്തുതിക്കൂ. ബ്രഹ്മോവാച സ്തുവന്തോ പരമാം ദേവീം ബ്രഹ്മവിദ്യാം സനാതനീം ഗൂഢാംഗീം ച മഹാമായാം സർവകാര്യാർത്ഥസാധിനീം. വേദങ്ങളോട് പറയാണ്, നിങ്ങൾ ബ്രഹ്മവിദ്യാസ്വരൂപിണിയായിട്ടുള്ള സനാതനിയായിട്ടുള്ള ഗൂഢമൂർത്തിയായിട്ടുള്ള മറിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ലക്ഷ്യങ്ങൾ മുഴുവൻ മനസ്സിലാവില്ല. അങ്ങനെയുള്ള സർവകാര്യങ്ങളും സാധിപ്പിക്കുന്നതിന് സമർത്ഥയായിട്ടുള്ള മഹാമായയായിട്ടുള്ള ശ്രേഷ്ഠയായിട്ടുള്ള മഹാദേവിയെ സ്തുതിക്കൂ. വേദത്തിന് വേദസാരം മുഴുവൻ അറിയാലോ. തശ്രുത്വാ വചനം തസ്യ വേദ സർവാംഗസുന്ദരാം തുഷ്ടൂർജ്ഞാനഗമ്യാം താം മഹാമായാം ജഗൽസ്ഥിതാം. ബ്രഹ്മാവിൻ്റെ വാക്ക് കേട്ടിട്ട് അമ്മയുടെ രൂപസൗന്ദര്യം തികഞ്ഞതായിട്ടുള്ള ആ വേദങ്ങൾ ജ്ഞാനം കൊണ്ട് അറിയപ്പെടാവുന്നവളായിട്ടുള്ള ജഗത്തിൻ്റെ ഈ ജഗത് അമ്മയായിട്ട് സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള ആ മഹാമായയെ വേദങ്ങൾ സ്തുതിക്കാച്ചാൽ പിന്നെ വേറൊന്നും അതിൽ കുറവ് വരില്ല. അതാണ് അങ്ങനെ സ്തുതിച്ചു എന്ന് പറയാം. ഇനി 53-ാമത്തെ ശ്ലോകം തൊട്ട് വേദസ്തുതിയാണ്. വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള സ്തുതിയാണ്. വേദാവൂജു നമോ ദേവി മഹാമായേ വിശ്വോൽപത്തികരേ ശിവേ നിർഗുണേ സർവഭൂതേശി മാത ശങ്കര കാമദേ. ഹേ മംഗളസ്വരൂപിണി മഹാമായേ, വിശ്വജനനി, നിർഗുണേ, സർവഭൂതങ്ങൾക്കും നിയന്ത്രണം ചെയ്യുന്ന അമ്മേ, ശ്രീശിവന് സന്തോഷത്തെ ചെയ്യുന്ന മഹാദേവി അമ്മയ്ക്ക് നമസ്കാരം. കൈതൊഴാം ദേവി ഗായത്രി ജഗതുൽപത്തി കാരണേ മായേ ശിവപ്രിയേ തായേ നിർഗുണേ ഭുവനേശ്വരി. ഭൂതാധാരേ ജീവികൾക്ക് ജീവനും ശാന്തി കാന്തിയും മേധാബുദ്ധി ക്ഷമാ ശ്രദ്ധ സ്മൃത്യാദികളും അന്മുതൻ. ത്വം ഭൂമി സർവഭൂതാനാം പ്രാണവതാം തഥാ ധീ ശ്രീ കാന്തി ക്ഷമാ ശാന്തി ശ്രദ്ധ മേധാ ധൃതി സ്മൃതി. അമ്മേ, അവിടുന്ന് സർവഭൂതങ്ങൾക്കും വാസസ്ഥാനമായിട്ടുള്ള ഭൂമിയാണെന്ന് വെച്ചാൽ ഭുവനേശിയാണ് എന്നർത്ഥം. ബ്രഹ്മാണ്ടത്തിൻ്റെ അധിപതി എന്ന നിലയ്ക്കാണ് ഭുവനേശി, ഭൂമിയുടെ മാത്രം അധിപതി എന്ന നിലയ്ക്കല്ല. അതുപോലെ പ്രാണികളുടെയും പ്രാണനാണ്, ബുദ്ധിയാണ്, ഐശ്വര്യമാണ്, കാന്തിയാണ്, ക്ഷമയാണ്, ശാന്തിയാണ്, ശ്രദ്ധയാണ്, മേധയാണ്, ധൃതിയാണ്, സ്മൃതിയാണ്, എല്ലാമാണ് എന്ന് പറയുകയാണ്. ത്വമുദ്ഗീതേ അർത്ഥമാത്രാസി ഗായത്രി വ്യാഹൃതിസ്തഥാ ജയാ ച വിജയാ ധാത്രി ലജ്ജ കീർത്തി സ്പൃഹാദയാ. ഇവിടെ ജയവിജയ എന്നൊക്കെ പറഞ്ഞാൽ പാർഷദ ഭാവത്തിലുള്ള മുഖ്യകൾ ആണ്, പ്രധാനകളാണ്. അതും അമ്മ തന്നെയാണെന്ന് പറയാണ്. അപ്പം എന്നെ സേവനം ചെയ്യാൻ ഞാൻ തന്നെ രൂപം സ്വീകരിച്ചതാണ് ജയം വിജയമൊക്കെ. അതാണ് അമ്മ. അപ്പം അവിടുന്ന് ഉദ്ഗീതത്തിലെ അർത്ഥമാത്രയാകുന്നു. ഈ സാമവേദമൊക്കെ ചൊല്ലുമ്പോൾ ഓരോ സ്വരങ്ങൾക്കും ഓരോ സ്പർശാക്ഷരങ്ങൾക്കും ഒക്കെ ഹലന്തലബന്ധങ്ങൾക്കൊക്കെ മുറിക്കേണ്ടതായിട്ട് ചില മാത്ര വ്യത്യാസങ്ങളുണ്ട്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്നിന് ദീർഘമുണ്ട്, ഒന്നിന് ദീർഘമില്ല. പക്ഷേ മാത്ര രണ്ടിനും 3 അപ്പോൾ ഈ മാത്ര ഇത് ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരർത്ഥമാത്രയുണ്ട്. ആ ഒടുക്കത്തെ ഈ മുറുക്കം അത് പകുതി എന്നാ പറയുക. അത് തുരീയാവസ്ഥയാണ്. ആ തുരീയാവസ്ഥ അത് അമ്മയാണ്. ഗായത്രി വ്യാഹൃതി ഓം ഭൂർഭുവസ്വ, അതിൽ ഭൂർഭുവസ്വ എന്നുള്ള വ്യാഹൃതിയാണ്. അപ്പോൾ ഗായത്രി ആയാലും വ്യാഹൃതി ആയാലും ഓം ഭൂർഭുവസ്വ തലസവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാൽ. അതേപോലെ മൂലമന്ത്രങ്ങളായാലും മറ്റേ ഹ്രീങ്കാരം ബീജമന്ത്രങ്ങളായാലും ഇതൊക്കെ അമ്മ തന്നെയാണ്. അതുപോലെ പാർഷദന്മാർ ജയവിജയന്മാരും ധാത്രിയായിട്ട് അമ്മയാണ്. ലജ്ജ, കീർത്തി, ആഗ്രഹം, ദയ. ഇപ്പം ഇങ്ങനെ
എല്ലാ വിഭാഗങ്ങളും അമ്മ തന്നെയാണ്. അതിലെ വ്യാഖ്യാതാവ് അതിൻ്റെ ഓങ്കാരത്തിൻ്റെ ഒരു ഇത് പറയണം. ഉദ്ഗീതം എന്ന് പറയുന്നത് ഓങ്കാരമാണ്. അപ്പോൾ ഓമിത്തി ഏതത് അക്ഷരം ഉദ്ഗീത എന്ന് ഛാന്തോക്യ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു. അതിൽ വാക്കും പ്രാണനും അടങ്ങിയിരിക്കുന്നു. ഒരു സ്ത്രീയും മറ്റേത് ഒന്ന് സ്ത്രീയും മറ്റേത് പുരുഷനും. അതുകൊണ്ടാണ് ഉച്ചാരണത്തിലെ അർത്ഥമാത്ര എന്ന് പറഞ്ഞിരിക്കുന്നത്. ഭുവ സ്വ ഇതാണ് വ്യാഹൃതികൾ. ഇത് ത്രിലോകങ്ങളുടെയും സാരമാണെന്ന് ഉപനിഷത്ത് പറയുന്നുണ്ട്. അതിൻ്റെ വ്യാഖ്യാനത്തെ പറഞ്ഞത്രേ ഉള്ളൂ. ത്വാം സംസ്തുമോംബ ഭുവനത്രയ സംവിധാന ദക്ഷാം ദയാരസയുതാം ജനനീം ജനാനാം വിദ്യാം ശിവാം സകലലോകഹിതാം വരേണ്യാം വാഗ്ബീജവാസ നിപുണാം ഭവനാശകർത്രീം. ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടൊരു കാര്യമാണ് ഇനി പറഞ്ഞത്. എന്താ അത്? 3 ലോകത്തെയും സംവിധാനം ചെയ്യുന്നതിൽ എന്നുവെച്ചാൽ ഇതിങ്ങനെയാണ് വേണ്ടത് എന്ന് ഉദ്ദേശിച്ചിട്ട് അത് നിർമ്മിച്ചു. അങ്ങനെ സമർത്ഥയായിട്ടുള്ള, അതേപോലെ ഓരോരുത്തർക്കും വേണ്ടത് എന്തോ അത് കൊടുക്കാൻ താല്പര്യം കാണിക്കുന്ന ദയയോട് കൂടിയിട്ട് എല്ലാവരുടെയും അമ്മ. അതിപ്പോൾ ഈ മനുഷ്യരാശി മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും അമ്മയാണ്. വിദ്യാരൂപിണിയാണ്, മംഗളസ്വരൂപിണിയാണ്, ലോകത്തിൻ്റെയൊക്കെ ഹിതകാരിണിയാണ്, അതിശ്രേഷ്ഠയാണ്, കഴിവുകളുണ്ട് എന്ന് സാരം. അമ്മയ്ക്ക് മാത്രമേ കഴിവുകളുള്ളൂ. വാഗ്ബീജത്തിൽ സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള സമർത്ഥയാണ്. ഐംകാരമാണ് വാഗ്ബീജം, സരസ്വതി ബീജം. ഓം ഐം നമ എന്ന് അമ്മയെ സ്തുതിക്കാം. അങ്ങനെ എല്ലാം ചെയ്യാൻ സമർത്ഥയായിട്ടുള്ള ഈ അമ്മ സംസാര ദുഃഖം മുഴുവൻ തീർക്കാൻ ശക്തിയുള്ളതായിട്ടുള്ള അമ്മയാണ്. ഞങ്ങളിതാ അമ്മയെ സ്തുതിക്കുന്നു. മുപ്പാർ ചമയ്ക്കുവതിനും നിപുണേ കൃപാർദ്രേ കോപ്പുന്നു നിൻ പദയുഗത്തളിർ ഞങ്ങളമ്മേ വിദ്യേശുഭേ സകല ലോകഹിതേ വരേണ്യേ വാഗ്ബീജവാസിനി ഭവാബ്ധിഹരേ നമസ്തേ. ശ്രീ വിഷ്ണുരുദ്രൻ വിധിവന്നി ശക്രൻ സൂര്യൻ മുതൽക്കുള്ളഖിലേശ്വരേയം നിർമ്മിച്ചു നീ മുഖ്യതയിൽ അവർക്ക് നീ തന്നെയാണമ്മ ജഗത്തിനെല്ലാം. ബ്രഹ്മഹര ശൗരി സഹസ്രനേത്ര വാഗ്വന്നി സൂര്യാഭുവനാധിനാഥ തേ ത്വൽകൃത സന്ധി തതോ ന മുഖ്യ മാതാ യതസ്ത്വം സ്ഥിരജംഗമാനാം. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ ത്രിമൂർത്തികൾ, ഇന്ദ്രൻ, അതേപോലെ വാഗ്ദേവത, അഗ്നി, സൂര്യൻ തുടങ്ങി ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ഭുവനത്തിൻ്റെ അധിപതികളായിട്ട് കരുതപ്പെടുന്നവരെല്ലാം അമ്മയുടെ സൃഷ്ടികളാണ്. അതുകൊണ്ട് അവരാരും മുഖ്യരല്ല. കാരണം സ്ഥിരജംഗമങ്ങളുടെ എല്ലാം മാതാവാണ് ഈ മഹാദേവി. അപ്പം അതുകൊണ്ട് എല്ലാവരും ആശ്രയിക്കുന്നത് ഈ അമ്മയാണ്. എല്ലാവരും അമ്മയിൽ നിന്നാണ് ഉണ്ടായത്. സകല ഭുവനമേതൽ കർത്തുകാമായതാത്വം സൃജസി ജനനി ദേവാൻ വിഷ്ണുരുദ്രാജമുഖ്യാൻ സ്ഥിതിലയ ജനനം തൈ കാരയസ്യേകരൂപ ന ഖലു തവ കഥാചിൽ ന ഖലു തവ കഥഞ്ചിത് ദേവി സംസാരലേശാം. അപ്പം ഈ സകല ലോകത്തെയും സൃഷ്ടിക്കാൻ അമ്മയായിട്ടുള്ള അവിടുന്ന് ആഗ്രഹിക്കുമ്പോൾ, അല്ലയോ അമ്മേ, വിഷ്ണുവായിട്ട് പാലനം ചെയ്യുന്നു, രുദ്രനായിട്ട് സംഹാരം ചെയ്യുന്നു, ബ്രഹ്മാവായിട്ട് സൃഷ്ടി ചെയ്യുന്നു. ഇങ്ങനെ അവർക്ക് പ്രധാന ദേവന്മാരെ അവിടുന്ന് തന്നെ സൃഷ്ടിക്കുന്നു. ഒപ്പം വിഷ്ണുവിന് ലക്ഷ്മിയും, രുദ്രന് പാർവതിയും, ബ്രഹ്മാവിന് സരസ്വതിയും, ശക്തി രൂപിണിയായിട്ട് അമ്മ തന്നെ ചെല്ലണു. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഏകമൂർത്തിയായിട്ടുള്ള അവിടുന്ന് സ്വയമേവ ചെയ്യുന്നത് അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് എന്ന് തോന്നിക്കുന്നു. അങ്ങനെയുള്ള ദേവി സംസാരലേശം പോലും ഈ മഹാമായയ്ക്ക് സംഭവിക്കുമോ? അത് സംഭവിക്കില്ല. അത് നമുക്ക് ഉണ്ട്, അമ്മയ്ക്ക് ഇല്ല. ഇതാണ് വ്യത്യാസം. ഭുവനമിതു ചമയ്ക്കാനിച്ഛയാളുന്ന നേരം ഹരിഹരവിധി മുഖ്യന്മാരെ നീ സൃഷ്ടി ചെയ്തു. അവർ വഴി ഭുവനത്തിൽ സൃഷ്ടി രക്ഷാദിയൊറ്റക്കിഹ ഭവതി നടത്തിയിടുന്നു നിർലേപയായിത്താൻ. അപ്പോൾ അമ്മ ഇതെല്ലാം ചെയ്യുന്നത് ഒറ്റയ്ക്കാണ് എന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും അവിടെ വേദങ്ങൾ അതിനെ പ്രമാണമായിട്ട് പറയുകയാണ് ഉണ്ടായത്.
എല്ലാം അമ്മയല്ലേ ചെയ്യുന്നത് എന്ന്. ആ അമ്മ ഞങ്ങളെ രക്ഷിക്കുമാറാകണേ. ഇതാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് സ്തുതി അല്ലാത്ത രീതിയിലാണ്. ലേശം വ്യത്യാസമുണ്ട്. നേ രൂപം വേത്തും സകലഭുവനെ കോപി നിപുണോ നാം സംഖ്യാത്തെ കഥിതുമിഹ യോഗ്യോസ്തി പുരുഷ യദൽപം കീലാലം കലയിതുമശക്ത സതു നര കഥം പരാവാരാകലന ചതുര സ്യാത് ഋതമതി. അവിടുത്തെ രൂപം എന്താണ് എന്ന് അറിയുന്നതിന് സകല ഭുവനത്തിലും ആരും സമർത്ഥരല്ല. അവിടുത്തെ നാമങ്ങളുടെ എണ്ണം എത്ര എന്ന് പറയാൻ യോഗ്യനായിട്ടുള്ള ഒരു മനുഷ്യനും ഇവിടെ ഇല്ല. ഒരു തുള്ളി വെള്ളം സൃഷ്ടിക്കാൻ കഴിവില്ലാത്തതായിട്ട് സത്യസന്ധനായിട്ടുള്ള ഒരുവൻ എങ്ങനെ സമുദ്രം സൃഷ്ടിക്കാൻ സമർത്ഥനാകും? ബ്രഹ്മാവിന് അതിനുള്ള കഴിവില്ല. പാലനം ചെയ്യണച്ചാൽ വിഷ്ണുവിന് കഴിവില്ല. ലക്ഷ്മി ഇല്ലാണ്ട് സംഹാരം ചെയ്യാൻ രുദ്രന് കഴിവില്ല. പാർവതി കാളി കൂടല്ലെങ്കിൽ. ദേവാനാം മധ്യേ ഭഗവതി തവ ആനന്ദവിഭവം വിജാനാത്യേകോപി ത്വമിഹ ഭുവനൈകാസി ജനനി കഥം മിഥ്യാ വിശ്വം സകലമപി ചൈകാരജയസി പ്രമാണം ത്വേതസ്മിൻ നിഗമവചനം ദേവി വിഹിതം. ഇവിടെ അറിഞ്ഞിടാൻ മേല സകല ഭുവനത്തിങ്കലും ഒരാൾ കവർണ്യം നിൻ രൂപം ഗുണവും അഥ നാമാവലികളും അഹോ കൈത്തോടൊന്നക്കരയഥ കടക്കേണ്ട കഴിവറ്റോരാമർത്യനുണ്ടോ പെരിയ കടൽ താണ്ടേണ്ട ഒരു ബലം. അപ്പം നമുക്കത് പറ്റില്ല, നമ്മൾ കൂട്ടിയാൽ പറ്റില്ല എന്നർത്ഥം. എന്ത്? ഈ അമ്മയുടെ രൂപത്തെ വർണ്ണിക്കാൻ പറ്റുമോ? ബ്രഹ്മാവസ്ഥയിലാണ്. രൂപം വർണ്ണിക്കാൻ പറ്റുമോ? ഗുണം വർണ്ണിക്കാൻ പറ്റുമോ? നാമം വർണ്ണിക്കാൻ പറ്റുമോ? ലീല വർണ്ണിക്കാൻ പറ്റുമോ? ധാമം വർണ്ണിക്കാൻ പറ്റുമോ? ധാമം എന്നുള്ളത് മണിദ്വീപം. 12ാമത്തെ സ്കന്ധത്തിലെ 10, 11, 12 ആയിട്ട് 3 അധ്യായങ്ങളിൽ അതിവിസ്തൃതമായിട്ട് പറഞ്ഞിട്ടുണ്ട് മണിദ്വീപ വർണ്ണന, ധാമ വർണ്ണന. ലീല എന്നുള്ളത് ഈ ദേവീഭാഗവതം മുഴുവൻ അമ്മയുടെ ലീല വർണ്ണനയാണ്. പക്ഷെ അതൊന്നും മുഴുവനാവണില്ല. നാമം എന്നുള്ളത് എത്ര സഹസ്രനാമുണ്ട് നമുക്കറിയില്ല. അമ്മയുടെ ഗുണം എന്നുള്ളത് ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള അനുഗ്രഹ ലീലയാണ്. അവതാരം സ്വീകരിച്ച് ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതാണ് ലീല. ആ ലീല എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആ ഗുണം എത്രയാണെന്ന് പറയാൻ പറ്റുമോ? അമ്മ എത്ര അവതാരത്തിലാണ്, അമ്മ എത്ര രൂപത്തിലാണ് അവതരിച്ചിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഒരു 12 അടി വീതിയുള്ള ഒരു കൈത്തോട് ചാടിക്കിടക്കാൻ നമ്മൾ കൂട്ടിയാൽ പറ്റില്ല. പിന്നെ എങ്ങനെ ഈ സംസാരം കിടക്കണം? അപ്പം നമ്മൾ അതിനുള്ള കഴിവില്ല. ഒരാളും വിണ്ണോർ തന്നിടയിൽ അറിയുന്നില്ല മഹിമ അതിരേകം തേ നീ താനൊരുവൾ ഭുവനത്തിൻ ജനനിയായി തനിച്ചങ്ങി മിഥ്യാഭുവമിഹ ചമയ്ക്കുന്നിത് അതിനുള്ളോരസാക്ഷാൽ ലക്ഷ്യം നിഗമവചനം താനുലകിതിൽ. ഇപ്പം ഇവിടെ ഈ ബ്രഹ്മാണ്ടത്തിൽ എത്ര കേമനായിട്ടുള്ള ഒരാളായാലും ശരി, അമ്മയുടെ പ്രഭാവം ഇത്രയാണ് ഉള്ളത് എന്ന്, ബ്രഹ്മാവസ്ഥ ഇത്രയാണ് ഉള്ളത് എന്ന് ഒരാൾക്കും പറയാൻ സാധിക്കില്ല. ആ അമ്മയിൽ നിന്ന് അനേകം ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ ഭുവനത്തെ ജനിപ്പിക്കുന്നതായിട്ടുള്ള തായയാണ്, അമ്മയാണ് മഹാദേവി. ഇത് മുഴുവൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. എന്നിട്ടും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ ഉണ്ടാക്കി എന്ന് മാത്രമേ ഉള്ളൂ. സൃഷ്ടിക്ക്, പാലനത്തിന്, സംഹാരത്തിന് വേണ്ടിയിട്ട്. ഇത് മുഴുവൻ ഈ വേദമായിട്ട് അമ്മ പറയുകയും ചെയ്തു. ആ വേദസ്വരൂപിണികളാണ് ഇപ്പോൾ അമ്മയെ സ്തുതിക്കുന്നത്. നിരീഹത്വം പൂണ്ടോൾ ചടിതി സകലത്തിനുമിഹ നീ സദാ മൂലാധാരം തവ ചരിതം അത്യത്ഭുതകരം ഞെരുക്കം താനോ താൻ മറയും അറിയാതുള്ളോ ഒരു ഗുണപ്രഭാവം തേ നീയും പരം അതറിയുന്നില്ല ജനനീയും. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ എല്ലാറ്റിനും മൂലാധാരമായിട്ട്, മൂലദേവിയായിട്ട്, ദുർഗാദേവിയായിട്ട് അമ്മ തന്നെയാണ്. മഹാമായയായിട്ട് ചെയ്യുന്നതായിട്ടുള്ള ഈ പ്രവൃത്തികൾ മുഴുവൻ അത്യത്ഭുതം. ഇത് വേദത്തിന് മുഴുവൻ പറയാൻ സാധിക്കില്ല. അത്രയും ബ്രഹ്മം അതിൻ്റെ പരമകാഷ്ഠയിൽ നിൽക്കുമ്പോൾ അത് ഇതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്ന്. നിരീഹൈവാസിത്വം നിഖില ജഗതാം കാരണമഹോ ചരിത്രം തേ ചിത്രം ഭഗവതി മനോ നോ വ്യഥയതി കഥങ്കാരം
വാച്യ സകല നിഗമാഗോചര ഗുണപ്രഭാവ സ്വം യസ്മാൽ സ്വയമപി ന ജാനാസി പരമം. ഇപ്പൊ ദേവീദേവന്മാരുടെ കൂട്ടത്തില് അവിടുത്തെ അനന്തമായിട്ടുള്ള ശക്തിയെ അറിയാവുന്ന ഒരാളും അമ്മയാൽ സൃഷ്ടിക്കപ്പെട്ട ഈ പ്രകൃതിയിൽ ഞാൻ കേമൻ എന്ന് പറയുന്ന ഒരാൾക്കും പറ്റില്ല. അമ്മ മാത്രമാണ് ഭുവനത്തിൻ്റെ അമ്മ, ബ്രഹ്മാണ്ടത്തിൻ്റെ അമ്മ. അവിടുന്ന് എങ്ങനെയാണ് ഈ മിഥ്യാപ്രപഞ്ചത്തെ ഒറ്റയ്ക്ക് സൃഷ്ടിക്കുന്നത് എന്നതും ആർക്കും കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. ഒറ്റയ്ക്ക് ജഗത്ത് സൃഷ്ടിക്കുന്നു എന്ന് പ്രമാണം വേദത്തിലുണ്ട്. സകല ജഗത്തിനും കാരണഭൂതയായിട്ടുള്ള അവിടത്തേക്ക് ഒന്നിലും ആഗ്രഹം ബാക്കി ഉണ്ടാവില്ല. എന്താ കാരണം? ആഗ്രഹം പോലും അമ്മയിൽ നിന്നുണ്ടായതാ. അപ്പോൾ ആ ചരിത്രം അത് അതിവിചിത്രം, അത്രേ പറയാനുള്ളൂ. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ മനസ്സിനെ ഇപ്പം ഞങ്ങൾക്ക് അമ്മയെ പൂർണ്ണമായിട്ട് സ്തുതിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ഒരു വിഷമം ഞങ്ങൾക്കുണ്ട്. ഭാഗവതത്തിൽ കാണാം, നമുക്ക് ബ്രഹ്മാവ് സൃഷ്ടി പ്രകരണം കഴിഞ്ഞ സമയത്ത് ഭഗവാനെ സ്തുതിക്കുന്നതായിട്ട് കാണാം. സൃഷ്ടിക്ക് മുന്നേ ആയിട്ട് ഭഗവാനെ സ്തുതിക്കുന്നത് കാണാം. എന്നിട്ട് എനിക്ക് മുഴുവൻ സ്തുതിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് ഖിന്നനായിക്കൊണ്ട് സ്തുതി നിർത്തി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഇവിടെ ഈ ഭാഗവതത്തിലും ദേവി ഭാഗവതത്തിലും പറയുന്നത്, ഞങ്ങൾക്ക് വേദസ്വരൂപിണികളാണ് സ്തുതിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ബ്രഹ്മാവാണ് സ്തുതിച്ചത്, ഇവിടെ വേദസ്വരൂപിണികളാണ് സ്തുതിച്ചത്. ഞങ്ങൾക്ക് അമ്മയെ പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. ഞങ്ങളെന്താ ചെയ്യുക? അറിവില്ല ഞങ്ങൾക്ക്. വേദങ്ങൾക്കൊന്നിനും മനസ്സില്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഈ ഗുണം അമ്മയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ആ ഗുണം കൊണ്ട് ഞങ്ങൾക്ക് ചില മറവികൾ സംഭവിക്കുന്നു. അമ്മയുടെ ഭക്താനുഗ്രഹ ഗുണം കൊണ്ട്, അതിൻ്റെ ആധിക്യം കൊണ്ട് ഞങ്ങൾക്കത് മുഴുവൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. രണ്ട് ഗുണം വ്യത്യാസമുണ്ട്. ഇത് സത്രജസമോ ഗുണങ്ങളാണ്, മറ്റത് അമ്മയുടെ ഭക്ത അനുഗ്രഹം ആണ്. അതിൻ്റെ എണ്ണം എത്രയാണെന്ന് പറയാൻ നിർത്തിയില്ല, അത്രയും കൂടുതലാണ്. അതാണ് കാരണം. അവിടുത്തെ പരമമായിട്ടുള്ള പ്രഭാവത്തെക്കുറിച്ച് അവിടുന്ന് പോലും അറിയുന്നില്ല. അതാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് ലേശം വ്യത്യാസമായിട്ട് സ്തുതിയുടെ. ഇപ്പം അമ്മയെ സ്തുതിക്കൽ കഴിഞ്ഞു. 61-ാമത്തെ ശ്ലോകം വരെയാണ് ഈ സ്തുതി. ഇനി അതിനുശേഷം കാര്യത്തെ പറയാണ്, ആവശ്യം പറയാണ്. ന കിം ജാനാസി ത്വം ജനനി മധുജിന്മൗലിപതനം ശിവേ കിം വാജ്ഞാത്വാ വിവിദിഷസി ശക്തിം മധുജിത ഹരേ കിം വാ മാതർ ദുരിതതതിഹി ഏഷാ ബലവതി ഭവത്യാ പാദാബ്ജേ ഭജന നിപുണേ ക്വാസ്തി ദുരിതം. അമ്മ അവിടുന്ന് അറിഞ്ഞിട്ടില്ല വിഷ്ണുവിൻ്റെ ശിരസ് അറ്റുപോയത്. അറിഞ്ഞിട്ടില്ലേ? അമ്മ അറിഞ്ഞിട്ടുണ്ട്. മംഗളസ്വരൂപിണിയായിട്ടുള്ള അമ്മയെ അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് വിഷ്ണുവിൻ്റെ ശക്തിയെക്കുറിച്ച് ഇനിയും അറിയാൻ കാത്തിരിക്കുകയാണോ? ഇപ്പോൾ വിഷ്ണുവിൻ്റെ തല പോയി. ഇനി വിഷ്ണു ഇല്ലാച്ച ഈ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. അത് അമ്മയ്ക്ക് അറിയാലോ. പിന്നെ എന്താ അങ്ങനെ താമസിക്കണത്? ഞങ്ങളെന്താ ചെയ്യേണ്ടത്? കൃഷ്ണ ഗുരുവായൂരപ്പ. അമ്മേ, എന്തുകൊണ്ടാണ് ഭഗവാൻ മഹാവിഷ്ണുവിന് ഇങ്ങനെയൊന്നും സംഭവിച്ചത്? ഇത്രത്തോളം എന്തെങ്കിലും ദുരിതം ആ മഹാവിഷ്ണുവിന് പറ്റിയിട്ടുണ്ടോ? അമ്മയെ ഭജിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ കുറവുകൾ വല്ലതും വന്നിട്ടുണ്ടോ? എന്നാൽ അമ്മയെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നതും ഭജിക്കുന്നതും വിഷ്ണുവാണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ വിഷ്ണുവിന് ഇങ്ങനെ ദുരിതം വരാൻ പാടുമോ? അറിഞ്ഞില്ലെന്നുണ്ടോ ഹരിയുടെ ശിരസ്സറ്റ് അഥവാ പരീക്ഷിക്കുന്നാമോ ഹരിയുടെ ബലം നീ അറിവോടും ഹരിക്കെന്തീ മട്ടിൽ കടുതര മഴൽ പാടുവരുവാൻ ഭവൽപാദം നണ്ണുന്ന അളവിലും ഭവൽപാദം നണ്ണുന്ന അളവിലും ഒരാൾക്കെങ്ങു ദുരിതം. ഏറ്റവും കൂടുതൽ ഭജിക്കുന്നത് മഹാവിഷ്ണു. എന്നിട്ടും ഈ മഹാവിഷ്ണുവിന് ഇങ്ങനെ സംഭവിച്ചപ്പോഴോ? അത് ശരിയല്ലല്ലോ അമ്മയെന്നാ ചോദ്യം. അതാണ്. ഉപേക്ഷാകാചേയം തവ സുരസമൂഹേതി വിഷമ ഹരേഹേ മൂർധ്നോ നാശോ മതമിഹ മഹാശ്ചര്യജനകം മഹദ്ദുഃഖം മാതസ്ത്വമസി ജനനച്ഛേദകുശല ന ജാനീമോ മൗലേഹേ വിഘടന വിളംബ കഥമഭൂൽ. ദേവന്മാരുടെ കാര്യം അവിടുന്ന് വിഗണിച്ചത് വളരെ കഷ്ടം തന്നെയാണ്. വിഷ്ണുവിൻ്റെ ശിരസ് അറ്റുപോകണം എന്നതായിട്ടുള്ള അവിടുത്തെ ആഗ്രഹം
അതും കുറച്ചൊരു അത്ഭുതമാണ്. എന്താ ഇങ്ങനെ ഒരു ലീല കാണിക്കാനുള്ള കാരണം? ജനന ദുഃഖത്തിൽ നിന്ന് മുക്തി നൽകാൻ പോലും അവിടത്തേക്ക് കഴിവുണ്ട്. എന്നിട്ട് ഈ വിഷ്ണുവിൻ്റെ ശിരസ് കൂട്ടിച്ചേർക്കുന്നതിന് എത്ര അമാന്തം കാണിക്കുന്ന എന്തിനാ? അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല, ഒന്ന് പറഞ്ഞുതരൂ. സുരന്മാർ തൻ കാര്യം ഭവതി വിഗണിച്ചിടുവതു വൻ കടുപ്പം താൻ അങ്ങേ മതമിത മഹാശ്ചര്യജനകം. അഹോ സായുജ്യം താൻ തരുവതിനും അങ്ങേക്കു കഴിവുണ്ട് അമാന്തം കാട്ടൊല്ലേ തലയിത് ഘടിപ്പിപ്പതിനു നീ. ദേവന്മാർ തൻ നിരവധിക ദോഷങ്ങൾ നീ കണ്ടറിഞ്ഞിട്ടൊന്നായേറ്റി ഹരിയിൽ അവർ തൻ പാതകൗഘത്തെയെന്നോ. അല്ലെന്നാലോ സമരജനിതം വിഷ്ണുകോപം ശമിപ്പിക്കാനാമോ നിൻ കളിയത് അഖിലം കണ്ടതാർ നിന്റെ ഭാവം. കുറച്ച് കടത്തി പറഞ്ഞു. ദേവന്മാരുടെ എല്ലാ പാപങ്ങളും കൂടിയിട്ട് മഹാവിഷ്ണുവിൻ്റെ ശിരസിൽ അങ്ങോട്ട് വെച്ച് ആ ശിരസ് അങ്ങോട്ട് കളഞ്ഞു. അങ്ങനെയാണോ ഉണ്ടായേ? ജ്ഞാത്വാ ദോഷം സകല സുരതാപാദിതം ദേവി ചിത്തേ കിം വാ വിഷ്ണാവ് അമരജനിതം ദുഷ്കൃതം പാദിതം തേ വിഷ്ണോർവാ കിം സമരജനിത കോപവർഗോദിവേഗാത് ഛേത്തും മാതസ്തവ വിലസിതം നൈവ വിദ്മോത്ര ഭാവം. ഈ ദേവന്മാര് അനവധി പാപം ചെയ്തിട്ടുണ്ടാവാം. ആ പാപസഞ്ചയങ്ങളെല്ലാം കൂടി ചേർത്ത് വിഷ്ണുവിൻ്റെ മേല് അങ്ങോട്ട് കുറ്റം ആരോപിക്കുകയാണോ ചെയ്തത്? അഥവാ യുദ്ധനിമിത്തം വിഷ്ണുവിനുണ്ടായിട്ടുള്ള ഈ കോപം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഒരു ലീലയായിട്ടാണോ ഈ തല മാറ്റിയിട്ടത്? അവിടുത്തെ ഉദ്ദേശ്യം എന്താണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കിം വാ ദൈത്യൈ സമരവിജിതൈ തീർത്ഥദേശേ സുരമ്യേ ഘോരം തപ്ത്വാ ഭഗവതി വരം ലബ്ധവദ്ഭിർഭവത്യാം അന്തർധാനം ഗമിതമധുനാ വിഷ്ണുശീർഷം ഭവാനി ദ്രഷ്ടും കിം വാ വിഗതശിരസം വാസുദേവം വിനോദ. സമരത്തിൽ തോറ്റ ദൈത്യന്മാര് രമ്യമായിട്ട് തീർത്ഥസ്ഥാനത്ത് ചെന്ന് ഘോരമായിട്ട് തപസ് ചെയ്ത് ഭഗവതിയിൽ നിന്ന് വരം നേടി ഇപ്പോൾ അന്തർധാനം ചെയ്യിച്ചതാണോ വിഷ്ണുവിൻ്റെ ഈ ശിരസ്? എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ഇനി ആനുകൂല്യം വേണ്ടേ എന്നതാണ് ചോദ്യം. ഇപ്പോൾ അന്തർധാനം ചെയ്തതാണോ ഈ ശിരസ് പോയതായിട്ടുള്ള വാസുദേവനെ കാണുന്നത് അവിടത്തേക്ക് ഒരു കളിയാണോ, ഒരു ലീലയാണോ? പോരിൽ തോറ്റിട്ട് അസുരർ അഴകേറുന്ന തീർത്ഥത്തിൽ ഉഗ്രധ്യാനം ചെയ്യേ ഭവതി കനിവാർ നീ വരം നൽകിയെന്നോ. പോകാൻ മൂലം മുരരിപു ശിരസ് അല്ല എന്നാകിൽ നേരം പോക്കോ കാണാൻ തവ ഗതശിരസായ ദൈത്യാരി രൂപം. ഈ ഗദ്യം വായിക്കണേക്കാൾ കൂടുതൽ വളരെ നന്നായിട്ട് ആണ് പദ്യം പദാനുപദ തർജ്ജമ തിരുമുമ്പ് ചെയ്തിരിക്കണത്. അത്രയും വല്ലാത്തൊരു ഈശ്വര ഭാവം ആ ഭക്തനിൽ അന്നു തന്നെ അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം മനസ്സ് അത്ര അധികം ചുട്ട് ആണ് രാഷ്ട്രീയവും കാരാഗ്രഹവാസവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം തിരുമുമ്പ് പുറത്തേക്ക് വന്നത്. ആ സമയത്ത് ഇത് എഴുതി കഴിഞ്ഞ സമയത്ത് ഉള്ളിലുള്ള പല ഭാവങ്ങളും അതേപോലെ ദേവി ഭാഗവത്തിൽ ഈ സ്തുതിയിൽ കണ്ടു. അത് പിന്നെ കൂട്ടിച്ചേർത്തത് ആ ഭക്തനാവില്ല. ആ ഭക്തൻ്റെ ഉള്ളിലിരിക്കുന്നത് ഈ ദേവിയോ സാക്ഷി രൂപത്തിലിരിക്കുന്നുണ്ടല്ലോ, അന്തര്യാമി സാക്ഷിയായിട്ട്. അപ്പം അത് ഇങ്ങനെയാണ് വേണ്ടത്. ഇത് ആ ഭക്തനെ ചെയ്യാൻ സാധിക്കുള്ളൂ. അത് ഗദ്യത്തിൽ എഴുതുകയാണെങ്കിൽ ഇപ്പോൾ അതിലെഴുതിയ വാക്കുകളുടെ എണ്ണം കണക്കാക്കുമ്പോൾ അതിൻ്റെ ഒരു 4 ഇരട്ടി വേണ്ടി വരും. അത് സംഗ്രഹിച്ചിട്ട് ഓരോ ശ്ലോകവും അതിൻ്റെ മാക്സിമം അർത്ഥം ഈ സംസ്കൃതം മൂലം വ്യാസൻ എന്താണോ ഉദ്ദേശിച്ചത് അതിനേക്കാൾ കൂടുതൽ അവിടെ വരാവുന്ന രീതിയിൽ അതിനെ ഭംഗിയായിട്ട് ആ അമ്മ ഈ ഭക്തനെ കൊണ്ട് എഴുതിച്ചു. അപ്പം അത്രയും പ്രാധാന്യമുണ്ട് ഈ തിരുമുമ്പിൻ്റെ ഈ ദേവി ഭാഗവത തർജ്ജമയ്ക്ക്. അപ്പോൾ നമുക്കതിനെ മാനിക്കാതിരിക്കാൻ പറ്റില്ല. എല്ലാ തർജ്ജമയും തർജ്ജമയാണ്, പക്ഷെ ഈ തർജ്ജമ വേറെയാണ്. ചില തർജ്ജമകൾ നമുക്ക് ശരി നന്നായിട്ടുണ്ടെന്ന് തോന്നും. ഇതല്ല, ഇത് നന്നായിട്ടുണ്ടെന്നല്ല, ഇത് അതോ അല്ലെങ്കിൽ അതിലും മീതയോ ആണ് എന്നാ തോന്നാറ്. അത്ര വ്യത്യാസമുണ്ട്.
കോപിച്ചെന്നോ ലക്ഷ്മിയോടെന്തു പിന്നെ ശ്രീക്ക് വൈധവ്യത്തെ ഏകാനുമാദ്യേ ക്ഷന്തവ്യം നിന്നംശജയ്ക്കുള്ള കുറ്റം ജീവിപ്പിച്ച പൂമകൾക്കേകുമോദം. ലക്ഷ്മിയെ സന്തോഷിപ്പിക്കൂ എന്നാണ് അടുത്ത് വേദം പറയണത്. 66-ാമത്തെ ശ്ലോകം. എന്താത്? സിന്ധോഹോ പുത്ര്യാം രോഷിതാക്കിം ത്വമാദ്യേ കസ്മാദേനാം പ്രേക്ഷസേ നാഥഹീനാം ക്ഷന്തവ്യസ്തേ സ്വാംശജാതാപരാധോ വ്യുത്ഥാപ്യൈനം മോദിതാം താം കുരുഷ്വാം. ആദിശക്തിയായിട്ടുള്ള മഹാദേവി ഈ പാലാഴി മഥനകാലത്ത് രമയായിട്ട് വന്ന ലക്ഷ്മി ദേവി സിന്ധുപുത്രിയായി, കടലിൻ്റെ മകളായി. ആ ലക്ഷ്മിയോട് അമ്മയ്ക്ക് കോപമുണ്ടോ? ആ ലക്ഷ്മിയെ ഭർത്താവില്ലാത്തതായിട്ട് കാണാൻ അമ്മ ആഗ്രഹിക്കുന്നുണ്ടോ? അതുകൊണ്ടാണോ ഈ തല ഇങ്ങനെ കളഞ്ഞത്? അവിടുത്തെ അംശം തന്നെയായിട്ടുള്ള പ്രധാനയായിട്ട് ഈ ലക്ഷ്മിയുടെ അപരാധത്തെ ക്ഷമിച്ചൂടെ? വിഷ്ണുവിനെ ജീവിപ്പിച്ചിട്ട് ആ ലക്ഷ്മിയെ സന്തോഷിപ്പിച്ചൂടെ? ഇതാണ് ചോദ്യം. നിൻകാൽ പണിഞ്ഞല്ലി ഇവർക്ക് സർവമുഖ്യത്വവും പ്രഭാവവും ലഭിപ്പൂ. ഈ ദേവദേവൻ ഉയരേകി മാലിൻ കടൽ കരയ്ക്കെങ്ങളെ ഒന്നണയ്ക്കൂ. ഏതേ സുരാസ്വാം സതതം നമന്തി കാര്യേഷു മുഖ്യ പ്രഥിത പ്രഭാവ ശോകാർണവാത്താരയ ദേവി ദേവാനുത്ഥാപ്യ ദേവം സകലാധിനാഥം. അപ്പം ഈ ദേവന്മാരെല്ലാം സദാ എല്ലാ സമയത്തും അമ്മയെ നമസ്കരിക്കുന്നവരാണ്. ഇവരെല്ലാം അവരവരുടെ കാര്യനിർവഹണത്തിൽ അമ്മയാൽ കൊടുക്കപ്പെട്ടതായിട്ടുള്ള കഴിവുകളെ ഉപയോഗിച്ച് പ്രധാനികളാണ്. അങ്ങനെ കഴിവുണ്ട് എന്ന് എല്ലാവരും അംഗീകരിക്കപ്പെട്ടവരുമാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും നാഥനായിട്ടുള്ള ഈ മഹാവിഷ്ണുവിനെ പുനർജീവിപ്പിച്ച് ദേവന്മാരുടെ ദുഃഖത്തിൽ നിന്ന് അവരെ കരകയറ്റണം. ലക്ഷ്മി ദേവിക്ക് ഭർത്താവിനെ കൊടുക്കണം. മൂർധാഗത ക്വാംബ ഹരേർന്ന വിദ്മോ നാന്യോസ്ത്യുപായ ഖലു ജീവനേദ്യ യഥാ സുധാ ജീവനകർമ്മദക്ഷ തഥാ ജഗജ്ജീവിതദാ ആസി ദേവി. ഈ വിഷ്ണുവിൻ്റെ ശിരസ് എപ്പോഴാണ്, എവിടെയാണ് പോയത്, എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത്, ഇതൊന്നും ഞങ്ങൾക്കറിയില്ല. ഇദ്ദേഹത്തെ ജീവിപ്പിക്കാൻ ഇപ്പോൾ വേറെ മാർഗം ഉണ്ടെന്ന് തോന്നുന്നില്ല. അമൃത ജീവൻ നൽകുന്നതിന് സമർത്ഥാണ്, പക്ഷേ അതിനൊരു തല വേണ്ടേ അമ്മേ? അതുപോലെ ഈ ജഗത്തിന് ജീവൻ നൽകുന്നതായിട്ടുള്ള അവിടുന്ന് ഈ വിഷ്ണുവിനെ ജീവിപ്പിച്ചാലും തെറിച്ചതെങ്ങത്തലയെന്നറിഞ്ഞില്ലു ജീവനോപായവും അന്യമില്ല. ജീവൻ കൊടുക്കുന്ന അമൃതെന്ന പോലെ നീ ജഗത്തിനുയരേകുവോൾ താൻ. അപ്പോൾ ഇവിടെ ശരീരത്തെ കൊടുക്കണം. കാരണം ഉത്തമാംഗം ഇല്ലാതെ കൊണ്ട് എന്താ കാര്യം? ഈ ദേഹം കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോൾ ഉത്തമാംഗത്തെ കൊടുക്കണം. ആ ഉത്തമാംഗം എങ്ങനെയാണ് വേണ്ടത് എന്ന് അമ്മ തന്നെ നിശ്ചയിക്കണം. എന്നിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം. എന്തിന്? വിഷ്ണുവിനെ പുനരുജ്ജീവിപ്പിച്ച് ഞങ്ങളുടെ നാഥനെ ഞങ്ങൾക്ക് തരണം. അമ്മ നാഥയായിട്ട് ചെയ്യേണ്ടല്ല, പ്രവൃത്തി ചെയ്യാനൊരാൾ വേണ്ടേ? ആ ആളാണ് വിഷ്ണു. അതുകൊണ്ടാണ് സൂതൻ ഏവം സാംഗങ്ങൾ വേദങ്ങൾ സാമകങ്ങൾ പുകഴ്ത്തവേ പ്രസന്നയായി മഹാമായ ഗുണാതീത മഹേശ്വരി വാനിൽ നിന്നുടൽ പൂണ്ടേവം വാനവന്മാരോട് ഒതിനാൽ വാണി ലോകാനന്ദകരി വാരാളും നിനതങ്ങളാൽ സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തന ശ്രീ മഹാദേവി നമ. ഓം സം സരസ്വത്യൈ നമ. ഓം ശ്രീം ഹ്രീം സരസ്വത്യൈ സ്വാഹ. ഓം യാ ദേവി സ്തോയതേ നിത്യം വിബുധൈ വേദപാരകൈ സാ മേ വസതു ജിഹ്വാഗ്രേ ബ്രഹ്മരൂപാ സരസ്വതി. പരാഭയം പുസ്തകവല്ലഗീയുതം പരം ദധാനം വിമലേ കരദ്വയേ നമാമ്യഹം ത്വാം ശുഭദാം സരസ്വതീം ജഗന്മയീം ബ്രഹ്മമയീം മനോഹരാം. വാഗ്ദേവി രൂപിണി ഓം ഐം നമഃ. അങ്ങേക്ക് നമസ്കാരം. ഇവിടെ അമ്മ ഈ സ്തുതിയൊക്കെ കേട്ട് പ്രത്യക്ഷയായി എന്നാണ്. സൂതൗവാച, സൂതം പറയണു, ഏവം സുതാ തഥാ ദേവി ഗുണാതീതാ മഹേശ്വരി പ്രസന്ന പരമാമായ വേദൈ സാംഗൈശ്ച സാമകൈ താനുവാച തഥാ വാണി ചാകാശസ്ഥാ ശരീരിണി ദേവാൻ പ്രദേ സുഖൈ ശബ്ദൈ ജനാനന്ദകരീ ശുഭ. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തന ശ്രീ മഹാദേവ്യൈ നമ.
ഓം ഹ്രീം ശ്രീം സരസ്വത്യൈ സ്വാഹ. ഓം ശ്രീം ഹ്രീം സരസ്വത്യൈ സ്വാഹ. ഓം സം സരസ്വത്യൈ നമ. ഈ അംഗ ഉപാംഗങ്ങളോട് കൂടിയിട്ട് സാമഗാന രൂപത്തിൽ സ്തുതി ഈ വേദങ്ങൾ തന്നെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഗുണാതീതയായിട്ടുള്ള അതിപ്രസന്നയായിട്ടുള്ള എല്ലാ കഴിവുമുള്ള ആ മഹാമായായിട്ടുള്ള മഹേശ്വരി ദുർഗാദേവി ഈ സരസ്വതി രൂപിണിയായിട്ട് അശരീരിണിയായിട്ട് ആകാശത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് എല്ലാവിധ ആനന്ദത്തെയും ഉണ്ടാക്കുന്ന വിധം പ്രദാനം ചെയ്യുവാൻ വേണ്ടിയിട്ട് ആ അതിശുഭമായിട്ടുള്ള വാക്കുകളെ കൊണ്ട് ദേവന്മാരോട് ഇങ്ങനെ പറഞ്ഞു. പ്രത്യക്ഷയായോ ചോദിച്ചാൽ ഇല്ല. പക്ഷേ വാക്ക് അശരീരിണിയായിട്ടാണ് കേൾക്കുന്നതെങ്കിലും അവിടെ അമ്മ സരസ്വതി രൂപിണിയായിട്ട് കാണപ്പെട്ടു. അവരുടെ ഓരോരുത്തരുടെയും മനസ്സിൽ അമ്മ നിറഞ്ഞു നിന്നു. എന്നിട്ട് അമ്മ തോന്നിപ്പിച്ചു. ഈ വാക്ക് അശരീരിണിയായിട്ട് ഉറക്കെ പറയുകയും ചെയ്തു. എന്താ പറഞ്ഞത്? ദേവ്യുവാച മാ കുരുദ്ധം സുരാശ്ചിന്താം സ്വസ്ഥാസ്തിഷ്ഠന്തു ചാമര സ്തുതാഹം നിഗമൈകാമം സന്തുഷ്ടാസ്മി ന സംശയ. ഹേ ദേവന്മാരെ, നിങ്ങൾ ചിന്തിച്ച് വിഷമിക്കണ്ട. അമരന്മാരായിട്ടുള്ള ദേവന്മാരായിട്ടുള്ള നിങ്ങൾ സ്വസ്ഥരായിട്ടിരിക്കൂ. വേദങ്ങൾ എന്നെ വേണ്ട പോലെ സ്തുതിച്ചു, അതുകൊണ്ട് ഞാൻ സന്തുഷ്ടയാണ്. അതിന് യാതൊരു സംശയവും ഇല്ല. ദേവന്മാരോട് ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അമ്മ ഈ കാര്യത്തെ പറഞ്ഞു. ചിന്ത വേണ്ട അസുരന്മാരെ, സ്വസ്ഥരായി വാഴ്വിനേവരും വേദസ്തുതികളാലേറ്റം തുഷ്ടയായി ഞാൻ അസംശയം. മർത്യലോകത്തിൽ ആരൻ്റെ ഈ സ്തവം ചൊല്ലിടുന്നതും ഭക്തിയാ പഠിപ്പതും അവൻ നേടും കാമങ്ങളൊക്കെയും. യപുമാൻ മാനുഷേ ലോകെ സ്തൗത്യേതാം മാമകീം സ്തുതിം പഠിഷ്യതി സദാ ഭക്തിയാ സർവാൻ കാമാൻ അവാപ്നുയാത്. ഏതൊരു മനുഷ്യനാണോ ഈ ലോകത്ത് എൻ്റേതായിട്ടുള്ള ഈ സ്തുതിയെ, വേദങ്ങൾ ചൊല്ലിയ ഈ വേദസാരമാകുന്ന സ്തുതി ചൊല്ലുന്നത്, സ്മരിക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്, സ്ഥിരമായിട്ട് ഈ സ്തുതി ഭക്തിയോട് കൂടിയിട്ട് ജപിക്കുന്നത്, അവർക്ക് എല്ലാ ആഗ്രഹങ്ങളെയും ഞാൻ സാധിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ താൽക്കാലികമായിട്ടൊരു വിരാമം കൊടുക്കുകയാണ്. നമുക്ക് ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ട് 72ാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ പാരായണം ചെയ്തത്. 112 ശ്ലോകങ്ങളുണ്ട് ഈ അധ്യായത്തിൽ. അത് അടുത്ത ഭാഗത്തിൽ ഇപ്പോൾ തന്നെ പറയാം. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവി നമ. 42ാമത്തെ ശ്ലോകം മുതൽ 72ാമത്തെ ശ്ലോകം വരെയാണ് ഇപ്പോൾ 5ാമത്തെ അധ്യായത്തിൽ പ്രഥമ സ്കന്ധത്തിൽ ദേവി ഭാഗവതത്തിലേത് നമ്മൾ പറഞ്ഞത്. അത് വേദസാര സ്തുതിയാണ്. വേദങ്ങൾ അമ്മയെ സ്തുതിച്ചു, വിഷ്ണുവിന് ശിരസ് വെച്ച് ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു എന്നതാണ് ഇതിൻ്റെ കഥാസാരം. നമുക്ക് അടുത്തതിൽ ബാക്കിയുള്ളത് പറയാം. ശ്രീ മഹാദേവി നമ.